ആ ഭാഗം ഒന്ന് വായിക്കുക. ആരെങ്കിലും ഒന്ന്. എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കണം? ഇതിന്റെ ആമുഖം പേജ് കഴിഞ്ഞിട്ട് അടുത്ത പേജാണ്, 7ാമത്തെ പേജാണ്. ഞാൻ വായിക്കാം പക്ഷേ. എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കണം? ആൽക്കഹോളിക് അനോണിമസിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നത് ഞങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് സത്യസന്ധമായി നോക്കുമ്പോഴാണ്. ഏത് അളവിലുള്ള മദ്യപാനവും ഒരു മദ്യാസക്ത രോഗിയെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ഞങ്ങളുടെ അനുഭവം വ്യക്തമായി തെളിയിക്കുന്നു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ വാക്കുകളിൽ, മദ്യം ആസക്തി രോഗമുളവാക്കുന്നു, കൂടാതെ അതിന് ചിന്തയെയും ന്യായ വിവേചന ശക്തിയും സ്വാധീനിക്കാനും കഴിയും. ഒരു കവൾ മദ്യം തന്നെ മദ്യാസക്ത രോഗിയുടെ ചിന്തയെ മാറ്റിമറിക്കുകയും വീണ്ടും വീണ്ടും മദ്യപിക്കാനുള്ള തോന്നൽ അയാൾ ഉളവാക്കുകയും ചെയ്യുന്നു. തന്റെ രോഗത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ മദ്യാസക്ത രോഗിക്ക് പഠിച്ചെടുക്കാം, പക്ഷേ രോഗാവസ്ഥ പൂർണ്ണമായും സുഖപ്പെടുത്താനാവില്ല. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും അയാൾ കുടിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാം. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, സുബോധ ജീവിതം ഞങ്ങൾ കരുതിയ പോലെ കഠിനവും രസംകൊല്ലിയുമായ ഒരു അനുഭവമല്ലായിരുന്നു. കുടിച്ചിരുന്ന കാലയളവിൽ മദ്യമില്ലാത്ത ജീവിതം ഒരു ജീവിതമേ അല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ AA-യിലെ ഏകദേശം എല്ലാ അംഗങ്ങൾക്കും സുബോധ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അത് സന്തുഷ്ടമായ ഒരു അനുഭവമാണ്. കുടി ഞങ്ങൾക്കുണ്ടാക്കിയ പ്രശ്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി, ആർക്കും കുടി നിർത്താം. ഞങ്ങളത് നിരവധി തവണ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ശരിക്കും വേണ്ടത് സുബോധത്തിൽ നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ചെറു ഗ്രന്ഥത്തിന്റെ പ്രമേയം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു മദ്യാസക്ത രോഗിയോട് ഇങ്ങനെ ഒരു 2 ചോദ്യം ചോദിച്ചാല്, എന്തുകൊണ്ടാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം ചോദിക്കും, ഞാനിപ്പോ എന്തിനാ കുടിക്കാതിരുന്നിട്ട് ഇപ്പൊ എന്താ എന്നുള്ള ചോദ്യം എത്രയോ തവണ നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കുടിച്ചത്? മദ്യപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവും. എന്തിനാണ് മദ്യപിക്കുന്നത്? ടെൻഷൻ അകറ്റാനും, അതുപോലെ തന്നെ ഫീലിംഗ് മാറ്റാനും, സന്തോഷത്തിനും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. കമ്പനിക്ക് വേണ്ടി, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ നമ്മൾ ന്യായീകരണങ്ങളൊക്കെ നിരത്താറുണ്ട്. ആ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ സംഗതികളെല്ലാം നമുക്ക് കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക്, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തേക്ക് കിട്ടിയിരുന്നിട്ടുള്ളൂ എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. അപ്പൊ അവിടെയാണ് നമ്മൾ എന്തുകൊണ്ടാണിത് മദ്യപിക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ വീണ്ടും ആലോചിക്കുന്നത്. ഞാൻ മദ്യപിക്കാതിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് എനിക്ക് മദ്യപിക്കാതിരിക്കണം എന്ന ചിന്ത ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കാതിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ഇതിന്റെ അകത്തുള്ളത്. പക്ഷെ ഈ പുസ്തകം തയ്യാറാക്കി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏല് വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇത് പൊതുവായി ആർക്കും വായിക്കാം. അവര് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് അടുത്ത ഒരു പെഗ് കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് ഇത് മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകത്തിന്റെ ഒരു പേജിൽ പറയുന്നുണ്ട്. അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ മദ്യപിക്കാതിരിക്കേണ്ടത് എന്ന് പല സാഹിത്യത്തിലൂടെയും ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ബിഗ് ബുക്കിലൂടെ കൃത്യമായി അതിന്റെ എന്താണ് മദ്യാസക്ത രോഗം, അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ള അതിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പടിയും പാരമ്പര്യത്തിലും അതിൻ്റെ അകത്ത് വളരെ വിശദമായി എങ്ങനെയാണ് പടികൾ ചെയ്തു പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സുബോധ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുബോധ ജീവിത പുസ്തകത്തിന്റെ ആവശ്യകത, അല്ലെങ്കിൽ ഈ സുബോധ ജീവിതത്തിൽ പറയുന്നിട്ടുള്ള 31ഓളം കാര്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ, വായിക്കേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ, ഇതില്ലെങ്കിൽ നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഈ ചെറു ഗ്രന്ഥം ഉപയോഗിക്കേണ്ട വിധമെന്ന്. അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖം പറയാം. നമ്മളൊക്കെ ജനിച്ച് ഒരു നാട്ടില്, ഏതോ ഒരു നാട്ടില് അച്ഛന്റെ അമ്മയുടെ മക്കളായി ജനിച്ച് അവിടുത്തെ സ്കൂളിൽ പഠിച്ച് ആ നാട്ടില് വളർന്ന് ആ മതത്തില് വളർന്ന് ആ മതാചാരങ്ങളോട് കൂടി വളർന്ന് ആ നാട്ടിലിറങ്ങി അവിടുത്തെ എല്ലാ
കമ്പനികളിലും കൂടി അങ്ങനെ വളർന്ന് ഒരു സംസ്കാരം രൂപപ്പെട്ട് വന്നിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഇപ്പൊ നമ്മളുടെ ഈ എത്തി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഒരു രീതിയുണ്ട്. ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഏത് കാര്യത്തിനും നമ്മൾ പറയും ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ് ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ശരിയാണോ? ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അയാൾ വളർന്നു വരുന്ന ഒരു സംസ്കാരത്തില് അയാൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം ശരിയാണ് എന്ന് അയാൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. പക്ഷെ അത് മുഴുവൻ ശരിയാണോ? അങ്ങനെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരാളുടെ ശരി മറ്റേ ആൾക്ക് ചിലപ്പോൾ വളരെ വലിയ തെറ്റായിട്ട് തോന്നും. അപ്പൊ നമുക്കറിയാം, ചില ഒരു എക്സാമ്പിൾ പറയാം, ചില രാഷ്ട്രീയ കാര്യങ്ങൾ എടുത്താൽ ഇപ്പൊ കേരയിൽ പദ്ധതി വരുന്നു. കേരയിൽ പദ്ധതി വളരെ അത്യാവശ്യമാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അത് വളരെ മോശമാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ഇപ്പൊ ഒരാൾക്ക് ശരിയാണ്, പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്ന സംഗതി മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും തെറ്റാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളും എന്റെ ശരി എന്നുള്ളത് മറ്റുള്ളവർക്ക് തെറ്റാവും. പക്ഷെ അതിനിടയിൽ ഒരു പൊതു ശരിയുണ്ട്. ഒരാള് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു പൊതു ശരിയുണ്ട്. ഈ പൊതു ശരിയെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ അതെങ്ങനെ? അത് പൊതു ശരി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ പെരുമാറ്റം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മളുടെ ഒരു ശീലങ്ങളിലേക്ക് നയിക്കും. ഏതെങ്കിലും ഒരു കാര്യം നമുക്കൊരു ശീലമാവാൻ നമുക്ക് തുടർച്ചയായി ഒരു 21 ദിവസം ചെയ്താൽ മതി എന്നാണ് സൈക്കോളജിയിലൊക്കെ പറയുന്നത്. ഇനി 21 അല്ല, ഒരു 72 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അതൊരു ശീലമാണ്. അപ്പൊ ഒരു കാപ്പി കുടിക്കുന്ന, രാവിലെ എഴുന്നേറ്റം പാടെ ഒരു കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഒരാഴ്ച, 2 ആഴ്ച, 21 ദിവസമോ അല്ലെങ്കിൽ 10-40 ദിവസമോ നമ്മൾ തുടർച്ചയായി അതങ്ങ് ചെയ്യുകയാണെങ്കിൽ 42ാമത്തെ ദിവസം നമുക്ക് ആ കാപ്പി ആ സമയത്ത് വേണ്ടി വരും. അപ്പൊ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കത് കഴിയും. അങ്ങനെ നമ്മൾ ചില ശീലങ്ങളിലൂടെ, ചില രീതികളിലൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞാല് ആ പറയുന്ന കാര്യങ്ങള് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ വെച്ചുകൊണ്ടാണ്. നമ്മളുടെ ഒരു ധാരണയുണ്ട്. ഈ ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം. ആ അറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ, അങ്ങനെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ, എവിടെ നിന്നായാലും കാണുമ്പോൾ ആ കാണുന്ന കാര്യവും എനിക്ക് അതുമായി ബന്ധപ്പെട്ട അറിയാവുന്ന കാര്യവുമായിട്ട് തട്ടിച്ചു നോക്കി അവിടെ നിന്നുകൊണ്ടേ അയാൾ ചിന്തിക്കുള്ളൂ. അതായത് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും കാണുക. അതുകൊണ്ടാണ് എന്റെ ശരി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മള് ഈ പുസ്തകമൊക്കെ പറയുന്നത്, നമ്മള് ഒരു കാര്യം പുതുതായി പഠിക്കാൻ നിൽക്കുന്ന സമയത്ത്, ലേൺ ചെയ്യുന്ന സമയത്ത് ആദ്യം അൺലേൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അൺലേൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെന്ന നിലയിൽ അതിനെ കാണുക. നമുക്ക് കുറെ അറിയാമെന്ന രീതിയിൽ അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ ഇങ്ങനെ അരിച്ചരിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അതല്ലാതെ അതിന്റെ ആ പറയുന്ന കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺലേൺ ചെയ്യണം. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തൽക്കാലം മാറ്റിവെക്കണം. ലേൺ, അൺലേൺ ആൻഡ് റീലേൺ, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ചില പ്രവർത്തന രീതികൾ, ചില ശീലങ്ങൾ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാം. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കേണ്ട, നിത്യജീവിതത്തിൽ ഇടപെടുന്ന കുറേ സന്ദർഭങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു കാര്യമാണ്, ഏകദേശം 30ാമത്തെ കാര്യമാണ് 12 പടികൾ ശീലിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ 12 പടികൾ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ നിത്യജീവിതത്തിലെ നമ്മളുടെ സുബോധം നിലനിർത്താൻ, സുബോധമുള്ള ഒരു മനസ്സിനെ
നമുക്ക് പടികൾ ചെയ്യാൻ കഴിയുള്ളൂ. പടികൾ ചെയ്യുന്നതിലൂടെ സുബോധം കിട്ടുമെന്ന് വെച്ചാൽ അത് കിട്ടുകയും ചെയ്യും, ആ സുബോധം ബലപ്പെടുകയും ചെയ്യും. പക്ഷേ നമുക്ക് മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിക്കാനും ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കാനും ഇച്ഛകളും ജീവിതമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കാനും ഇച്ഛകളും ജീവിതമൊക്കെ ദൈവത്തിൽ വിട്ടുകൊടുക്കാനും അതിസൂക്ഷ്മതയോടെ നമ്മുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തണമെങ്കിലും ഒക്കെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബോധമാണ്, സുബോധമാണ്. ആ സുബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പടികൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പം മുതൽ നമ്മളിന് രൂഢമൂലമായിരിക്കുന്ന അല്ലെങ്കിൽ അടിയുറച്ചു പോയിരിക്കുന്ന ചില ബിഹേവിയർ ഉണ്ട്, ചില ചിന്തകളുണ്ട്. ആ ചിന്തകളും ബിഹേവിയറും ആണ് നമ്മളെ മദ്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പൊ മദ്യപാനം അങ്ങോട്ട് നിർത്തിവെച്ചാലും ഈ മദ്യത്തിലേക്ക് നയിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റണമെങ്കിൽ തുടർച്ചയായി ചില നടപടിക്രമങ്ങൾ എടുക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 31 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതല്ലാതെ എത്ര കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രയും കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും എന്താ പറയുക, ഏറ്റവും നല്ല ഒരു പെരുമാറ്റമുള്ള ഒരു പെരുമാറ്റവും സ്വഭാവമുള്ള ശരിയായി ചിന്തിക്കുന്ന ഒരു മനസ്സുമുള്ള ഒരാളായി മാറുമ്പോഴാണ് ശരിക്കും നമുക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ ചെറുഗ്രന്ഥം മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു പദ്ധതി വാഗ്ദാനം ചെയ്യുന്നില്ല. മദ്യാസക്ത രോഗത്തിൽ അത് ആണ് നമ്മൾ മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള പരിപാടികളാണ് ശരിക്കും പടികളും പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതിയുടെ പടികൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകം അതിന്റെ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നീ ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സുഖപ്പെടൽ നടക്കേണ്ടതെന്നുള്ള അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പടികൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. അതിലൂടെ സംഭവിക്കുന്ന സുഖപ്പെടൽ പ്രക്രിയയും ഈ ചെറിയ ഗ്രന്ഥത്തിൽ ചർച്ചയ്ക്ക് വിധേയമാവുന്നില്ല. എങ്ങനെയാണ് ഒരു വ്യക്തി മദ്യാസക്ത രോഗത്തിൽ നിന്ന് സുഖപ്പെടുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് എന്തല്ലേ, മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലയിലും മദ്യം ഉണ്ടാവും. ആ മദ്യത്തില് ആ അവസരത്തില് അവിടെ മദ്യപിക്കാതിരിക്കണമെങ്കിൽ ചില പൊടിക്കൈകൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പൊടിക്കൈകൾ ചെയ്ത് കുറച്ചു കാലം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമായി വരും. ഇപ്പൊ ഒരു മദ്യാസക്തരായിട്ടുള്ള ഇപ്പൊ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്നാണ് നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ മദ്യം വിളമ്പുന്നുണ്ട്, എല്ലാവരും ക്ഷണിക്കുന്നു, കൈ കീറുന്നു, ആദ്യം മദ്യക്കുപ്പിയിൽ പൊട്ടിച്ച് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നു. അവിടേക്കാണ് ഞാൻ കയറി ചെന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഒരു ശീലം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും മുൻനിരയിലുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ എന്താണ് നമ്മൾ അവിടെ പെരുമാറേണ്ടത്? അങ്ങനെയുള്ള സ്ഥലത്ത് പെരുമാറേണ്ടത് എന്താന്ന് നമുക്ക് 1-2 തവണയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അത് ചെയ്യുകയാണ് എങ്കിൽ 4-ാമത്തെയോ 5-ാമത്തെയോ തവണ നമ്മൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കതൊരു ശീലമാവും. എനിക്കറിയാം അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ അങ്കലാപ്പിലാവേണ്ടതില്ല. അപ്പൊ അവിടെ മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ബോധ്യമാവും. അല്ലാത്തവർ ഇത് നന്നായി വായിച്ചു കഴിഞ്ഞാൽ അവർക്കും ബോധ്യമാവും. ഞങ്ങളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് വലുതും ചെറുതുമായ നിരവധി ശീലങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മളുടെ ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തില്, ഞാനൊക്കെ 18 വയസ്സിന് മുമ്പേ മദ്യപിക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പോ ഏകദേശം ഒരു 18-20 വയസ്സിലേക്ക് മദ്യപിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് ചില ബിഹേവിയർ, ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ആ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇത് എത്തുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരും. ഏതെങ്കിലും ഒരു സമയത്ത്
നമ്മൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ വീണ്ടും പോകുമ്പോൾ അത് ഓർമ്മ വരും. ഇപ്പൊ ചില ബാറിലൊക്കെ കയറി നമ്മൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആ ബാറിന്റെ മുന്നിൽ കൂടെ നടന്നു പോവുകയോ വണ്ടിയിൽ പോവുകയോ ചെയ്യുമ്പോൾ ആ ബാർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ മുമ്പ് പോയി അവിടെ കുടിച്ച കാര്യം. അത് കാണുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഓർമ്മ വരികയും ആ ഓർമ്മ നമ്മൾ അടുത്ത കുടിയിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചില ശീലങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ചിലത് ചിന്തകളും തോന്നലുകളുമായി ബന്ധപ്പെട്ട്. നമ്മളുടെ ചില ശീലങ്ങൾ, ഒന്ന് നമ്മളുടെ ചിന്തയാണ്. ഈ ചിന്ത എന്ന് പറയുന്നത് അത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം. നമ്മൾ വളർന്നു വന്നിട്ടില്ല, നമ്മളുടെ അച്ഛനമ്മമാര് വളർന്നു വന്ന കുടുംബത്തിന്റെ സംസ്കാരം, നമ്മുടെ നാട്ടിലെ സംസ്കാരം, നമ്മളുടെ മതത്തിലെ സംസ്കാരം, നമ്മുടെ വിദ്യാലയത്തിലെ സംസ്കാരം, അവിടെ നമ്മൾ ഇടപഴകി ഉണ്ടായിട്ടുള്ള ഒരവസരത്തിൽ നിന്നാണ് നമ്മളുടെ ചിന്ത രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം, ഏത് ടൈപ്പ് ചിന്തിക്കണം, വെറൈറ്റി ആയിട്ട് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അത് വളരെ അപൂർവമാണ്. നമ്മളൊരു ഭൂരിപക്ഷം ആൾക്കാരും ഒരു കോമൺ ചിന്തയുടെ ഭാഗമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ അങ്ങ് ചിന്തിച്ചു പോകലാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചിലത് ചിന്തകളും തോന്നലുകളുമായി ബന്ധപ്പെട്ട ചില ശീലങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ചിലവര് പ്രവർത്തനങ്ങളുമായിട്ട്, നമ്മുടെ ആക്ടിവിറ്റികളുമായിട്ട്, നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ശീലങ്ങൾ നമുക്കുണ്ട്. ചില പ്രവർത്തനങ്ങൾക്ക് ചിന്ത വേണമെന്നില്ല, ചിന്തയില്ലാതെ പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റിട്ടൊരു കാപ്പി കുടിക്കണം എന്ന്, നമുക്ക് ചായക്കടയിലേക്ക് പോയി കാപ്പി കുടിക്കണം എന്നുള്ളത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു. അത് ചിന്തിച്ചോളണമെന്നൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് പോകുന്നു. എനിക്ക് രാവിലെ ആയല്ലോ, എഴുന്നേറ്റല്ലോ, ഇനിയിപ്പോ ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചായക്കടയിലേക്ക് പോവുക. ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുപോലെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശീലങ്ങൾ നമുക്കുണ്ടാവും. അതായത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ എടുത്ത നടപടികളും, ഞങ്ങളുടെ ചിന്തകളും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ നടപടികളും ഒക്കെ ചില ശീലങ്ങളായിട്ടുണ്ടാവും. കുടിക്കാതിരിക്കുന്നു എന്ന അവസ്ഥയോട് ഇണങ്ങി പോകണമെങ്കിൽ പഴയ സ്വഭാവ രീതികളുടെ സ്ഥാനത്ത് പുതിയവ ആവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. കുടിക്കാതിരിക്കണമെങ്കിൽ പഴയ നമ്മളുടെ സ്വഭാവ രീതികൾ, ആ സ്വഭാവ രീതിയിലൂടെ തുടർന്ന് പോവുകയാണെങ്കിൽ അവിടെ ആ സ്വഭാവ രീതിയിൽ എവിടെയൊക്കെയോ കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ആക്ടിവിറ്റികൾ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പോ ഒരു വഴിക്കോടെ നമ്മൾ നടന്നു പോവുകയാണ് കരുതുക. അപ്പോ നമ്മളൊരു സ്ഥലത്തെത്തി, ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല, ഒരു വിജനമായ സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടില് എത്തിയപ്പോ ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. നമ്മൾ അവിടെ സൈഡാക്കി നിന്ന് മൂത്രം ഒഴിച്ചു. നമ്മൾ നടന്നുപോയി. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കുന്നതിനെ കുറിച്ച് ഓർമ്മ വരികയും നമ്മൾ അവിടെ വീണ്ടും മൂത്രം ഒഴിക്കുകയും ചെയ്യുമെന്നാണ് ശരിക്കും മനഃശാസ്ത്രം പറയുന്നത്. അതായത് അതേ സിറ്റുവേഷൻ, അതേ സംഗതികൾ അതേപോലെ വരുമ്പോൾ അതേ പ്രവർത്തനം നമ്മൾ ആവർത്തിക്കും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അതേപോലെയാണ് ബാറിന്റെ മുന്നിൽ കൂടെ പോകുന്നത്, അതേപോലെ തന്നെ കല്യാണത്തിന് പോകുന്നത്, ഏതെങ്കിലും ഒരു പരിപാടിയിൽ നമ്മൾ പോകുന്ന സമയത്ത് അത് വീണ്ടും ആവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ ചിന്ത വരാനുള്ള സാധ്യത ഉണ്ട്. ആ ചിന്തയുടെ ഫലമായി പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത്, പഴയ സ്വഭാവ രീതികളിൽ നിന്ന്, ആ റൂട്ടിൽ നിന്ന് മാറി പുതിയവയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളതോ അല്ലെങ്കിൽ അടുത്തതായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതോ ആയ മദ്യം കഴിക്കുന്നത് ഈ ചെറിയ പുസ്തകത്തിലെ 6-ാം പേജ് മുഴുവൻ വായിക്കുന്നത് വരെ നീട്ടിവെക്കാമോ? നിങ്ങൾ വായന തുടരുമ്പോൾ മദ്യത്തിന് പകരം അല്പം സോഡയോ ജ്യൂസോ കഴിക്കുക. ശീലങ്ങളെ മാറ്റേണ്ടതിനെ കുറിച്ച് അല്പസമയത്തിന് ശേഷം പൂർണ്ണമായും വിശദീകരിക്കാം. അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആണ് ഇപ്പൊ നമ്മളുടെ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു പുതിയ ഒരാളാണ് ഈ പുസ്തകം വായിക്കുന്നതെന്ന രീതിയിലാണ് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത്.
ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ഒരാളല്ല, മദ്യപിക്കുന്ന ഒരാളുടെ കയ്യിലാണ് ഈ പുസ്തകമുണ്ട്. അയാൾ വായിക്കുകയാണ് എങ്കിൽ അയാളോടാണ് ഈ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളതോ അല്ലെങ്കിൽ അടുത്തതായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതോ ആയ മദ്യം കഴിക്കുന്നത് ഈ ചെറിയ പുസ്തകത്തിലെ 6-ാം പേജ് മുഴുവനും വായിക്കുന്നത് വരെ നീട്ടിവെക്കാമോ? നമ്മളിപ്പോ കഴിക്കാനൊരു സാധനം എടുത്തു വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുക, അപ്പോഴാണ് നമ്മൾ പുസ്തകം കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സാധനം തൽക്കാലം അങ്ങ് മാറ്റി വെക്കുക. 6-ാം പേജ് നിൽക്കുന്നോളം വരെ വായിക്കരുത്, കഴിക്കരുത് എന്ന് ഒരു നിർദ്ദേശം വെക്കുന്നു. അപ്പൊ ആ സമയത്ത് പകരം നമ്മൾ സോഡയോ ജ്യൂസോ എന്തോന്നും കഴിക്കുക. അതായത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെ മാറ്റി വേറെ ഒരു പരിപാടി അവിടെ സ്ഥാപിക്കുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കമുള്ളത്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഈ പുതിയ സുബോധമുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെയും ചിന്തയുടെയും രീതികൾ ഏതാനും മാസങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളിൽ മിക്കവർക്കും മുൻകാലങ്ങളിൽ കുടിക്കുക എന്നതുപോലെ കുടിക്കാതിരിക്കുക എന്നത് മറ്റൊരു ജീവിത രീതിയായി മാറുന്നു. അപ്പൊ ഇരുന്ന നമ്മള് ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള നമ്മളുടെ ഒരു രാവിലെ ഉണർന്നത് മുതൽ രാത്രി നമ്മൾ കിടക്കുന്നത് വരെയുള്ള ഒരു സമയത്ത് ഒരു റൂട്ടുണ്ട്. ഒരു റൂട്ട് മീൻസ് നമ്മൾ യാത്ര ചെയ്യുന്നത് മാത്രമല്ല, ചിന്താ റൂട്ടും നമ്മളുടെ ചില ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട കുടിയെ സമയമല്ല, കുടിക്കാനുള്ള ഒരുക്കങ്ങള്, കുടിക്കാനുള്ള പൈസ ഉണ്ടാക്കല്, കുടിക്കാനുള്ള അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ ചിന്തകൾ നമുക്ക് വരുന്ന സമയത്ത് അത് കുടിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ചിന്ത ആ ഒരു ടൈപ്പിലാണെങ്കിൽ നമ്മൾ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ കുടിക്കുക എന്നത് പോലെ തന്നെ കുടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ജീവിത രീതിയായി മാറുന്നു. നമ്മള് കുടിക്കാത്ത ഒരാള്, ഒട്ടും മദ്യപിക്കാത്ത ഒരാള് ആ മദ്യപിക്കാത്ത രീതിയിൽ അയാളുടെ ജീവിത രീതി പ്രവർത്തനങ്ങളൊക്കെ ചിട്ടപ്പെടുന്നു, അയാളുടെ യാത്രകളൊക്കെ തന്നെ അതാവുന്നു, അയാളുടെ ചിന്തയൊക്കെ തന്നെ കുടിക്കാതിരിക്കുന്നതിനെ പറ്റിയാവുന്നു. അങ്ങനെ കുടിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ബോധത്തിന് എന്താ പറയാ റാഷണൽ മൈൻഡ് എന്ന് പറയുന്നത്. ഇമോഷണൽ മൈൻഡ് അല്ല, റാഷണൽ മൈൻഡ്. അതായത് ഈ റാഷണൽ മൈൻഡിന്റെ പ്രത്യേകത എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുകയും അതിനെ യുക്തിസഹമായി ചിന്തിക്കുകയും ശരിയായ തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് ഒരു റാഷണൽ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇമോഷണൽ മൈൻഡ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ എല്ലാ വികാരങ്ങളും കയറി വരും. പെട്ടെന്നായിരിക്കും തീരുമാനം, അതിന്റെ വരുംവരായികളൊന്നും നോക്കിയല്ല, അങ്ങനെ ചെയ്യുന്ന ഇടിപിടി എന്നുള്ള തീരുമാനങ്ങളും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. മിക്കവാറും കുടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കുടിക്കാനെടുക്കുന്ന തീരുമാനം വളരെ ഫാസ്റ്റ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്കും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതൊക്കെ ഒരു ഇമോഷന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതിനെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് അതിപ്പോ വേണോ, അത് പിന്നത്തേക്കായാലെന്ന് കുഴപ്പം എന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്ക് പലപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ കുടിക്കുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ടോ, ഇത്ര കുടിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ പോണ സ്ഥലത്തേക്ക് കുടിച്ചിട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ ഒന്നും നമ്മൾ അതിനെക്കുറിച്ച് യുക്തിസഹമായി ചിന്തിക്കാറില്ല. യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ, അപ്പൊ കുടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യുക്തിസഹമായിട്ട് നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയുക. അപ്പൊ ഏത് കാര്യത്തെ നമ്മളെ ഫേസ് ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും അതിൻ്റെതായ രീതിയിൽ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനം എടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സുബോധമുള്ള ഒരു മനസ്സുള്ള ഒരാളാണെന്ന് പറയാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുടിക്കാതിരിക്കുന്ന എന്നത് മറ്റൊരു ജീവിത രീതിയായി മാറുന്നു. സ്വാഭാവികവും ആയാസരഹിതവുമായി തീരുന്നു. അത് ആയാസരഹിതമാവണമെങ്കിൽ എന്താവണം, അത് ശീലമാവണം. മറ്റേത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു കുടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ എന്താ പറയാ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കുടിക്കാതിരിക്കുക എന്നുള്ളത് ആയാസരഹിതമായ ഒരു കൂളായിട്ട് അതങ്ങനെ നടക്കുന്ന രീതിയായിട്ട് വരണം. ദീർഘവും വിരസവുമായ ഒരു പോരാട്ടമല്ല അതൊരിക്കലും. ദീർഘമായ വളരെ കാലത്തെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പോരാട്ടം നടത്തി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്തിട്ട് നേടേണ്ട ഒരു സാധനമൊന്നല്ല. ഇത് വളരെ സ്വാഭാവികമായിട്ടും നമ്മളിൽ വന്നു ചേരേണ്ട ഒരു സ്വഭാവ രീതിയാണ് ശരിക്കും സുബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിന് ചില നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഓരോ മണിക്കൂറിലും ഇത്തരം പ്രായോഗികമായ മാർഗങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ
നമ്മള് സുബോധത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളാണല്ലോ മാറ്റണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ മണിക്കൂറിലും ഇത്തരം പ്രായോഗികമായ മാർഗങ്ങൾ വീട്ടിലോ ജോലി സ്ഥലത്തോ സുഹൃത്ത് സമ്മേളനങ്ങളിലോ അനായാസം ഉപയോഗിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഓരോ സമയത്തും എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓരോ സമയത്തിലും സന്ദർഭങ്ങളിലും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ അതൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അനായാസം ഉപയോഗിക്കാം. കൂടാതെ ചെയ്യരുതാത്തതും ഒഴിവാക്കേണ്ടതുമാണെന്ന് പഠിച്ച നിരവധി കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ചെയ്യണം, ചിലതൊക്കെ ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്തതിന്റെ ഭാഗത്ത് ചെയ്യാൻ പാടില്ല, അതൊക്കെ മാറ്റിവെക്കണം. ഇന്നത് ഇപ്പൊ വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ പാടില്ല. വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ പാടില്ല. ആർക്ക് ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കാൻ പാടില്ല. അതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യരുതാത്തതാണ്. അപ്പൊ അത്തരം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അത് എല്ലാം ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി. ഈ കാര്യങ്ങളാണ് ഒരിക്കൽ ഞങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത്. മദ്യപിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ വരുന്ന ഒരു തോന്നലാണ്, ഒരു കൊതിയാണ്. ആ കൊതി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ തടയിടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷെ ആ കൊതി ഇങ്ങോട്ട് വരണമെങ്കിൽ അത് നമ്മളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്മോൾ അടിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ശീലമാണ് എങ്കിൽ ഭക്ഷണം മുന്നിൽ കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും നമുക്ക് ഈ സാധനം ഓർമ്മ വരും. അപ്പൊ അവിടെ ബോധപൂർവം കുറെ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങ് ആ ശീലം അങ്ങ് മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങളുടെ മോചനത്തെ അപകടപ്പെടുത്തിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പം ഞങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മള് ജീവിതത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, മദ്യപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത്, ആ കാരണങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ മോചനത്തെ അപകടപ്പെടുത്തിയിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ മിക്കതും അല്ലെങ്കിൽ മുഴുവനും സുഖമായും സ്വസ്ഥമായും സുബോധത്തോടെ ജീവിക്കുന്നതിന് വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതിൽ പറഞ്ഞിരിക്കുന്ന 31 കാര്യങ്ങൾ ശരിക്കും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് സുബോധത്തോടെ ജീവിക്കുന്നതിന് വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ ചെറിയ പുസ്തകത്തിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ക്രമത്തിന് പ്രത്യേകമായ ഒരു പ്രസക്തിയൊന്നുമില്ല. ഇതിന്റെ അകത്ത് 1 മുതൽ 31 വരെ അവതരിപ്പിച്ചത് പടികളിൽ പറയുന്ന പോലെ 1 മുതൽ 12 വരെ പടികളിൽ പറയുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. ഇത് കുറെ പോയിന്റുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏത് പോയിന്റും ഏത് സമയത്തും എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവയുടെ പ്രവർത്തനക്ഷമതയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അവയെ എങ്ങനെ വേണമെങ്കിലും പുനഃക്രമീകരിക്കാം. നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നതാണ് അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ജീവിക്കാൻ അനുവദിക്കുക എന്നൊരു പോയിന്റാണെന്ന് കരുതുക. ജീവിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പോയിന്റ് അതാണ്. അല്ലെങ്കിൽ രോഷവും നീരസവും ജാഗ്രത പുലർത്തുക. അപ്പൊ ഒരു ദേഷ്യക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, കാണുന്നൊക്കെ നീരസം വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു പോയിന്റ് എടുത്ത് അതിനെ ആദ്യം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ അത് 20ാമത്തെ 22ാമത്തെ ഒക്കെ പോയിന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എടുത്ത് ഉപയോഗിച്ച് പോകാം. അപ്പൊ ഇതിന്റെ ക്രമമൊന്നും പറയുന്നില്ല. ഈ പുസ്തകത്തിലെ 1ാമത്തെ പോയിന്റ് ചെയ്തിട്ട് 2ാമത്തെ പോയിന്റ് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും പുനഃക്രമീകരിക്കാം. അതുമല്ല, ഇത് നിങ്ങളുടെ പരിപൂർണമായൊരു പട്ടികയല്ല, നിർദ്ദേശങ്ങളുടെ പരിപൂർണമായ പട്ടികയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. മിക്കവാറും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ അംഗത്തിനും ഇവിടെ പരാമർശിക്കപ്പെടാത്ത ഒരു പുതിയ ആശയം നിങ്ങൾക്ക് നൽകാനാവും. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും തീർച്ചയായിട്ടും ചില പുതിയ നിർദ്ദേശങ്ങൾ വെക്കാനാവും. എങ്ങനെയാണ് സുബോധം നിലനിർത്താൻ വേണ്ടി ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത കാര്യം മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ കഴിയും, നിങ്ങൾക്കും കഴിയും.
ഞാൻ ചെയ്യുന്ന എന്താന്നുള്ള വിവരം എനിക്കും പറയാൻ പറ്റും. കൂടാതെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാവുന്ന പുത്തൻ ആശയങ്ങൾ കണ്ടെത്തിയെന്നും വരും. പുതിയത് നിങ്ങൾക്കായിട്ട് സ്വന്തം കണ്ടെത്താനും കഴിയും. നിങ്ങളത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുമെന്നും അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അന്വേഷണാത്മകമായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രക്രിയ നടപ്പിലാവാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു ചിന്തയുള്ള ഒരാൾക്ക് അയാൾ നിത്യജീവിതത്തിൽ കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്ന നിരവധി സന്ദർഭങ്ങളിൽ അയാൾ പല ടെക്നിക്കുകളും എടുത്ത് മാറി നിന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ ആ ഒരു സന്ദർഭത്തിൽ എന്താണ് ഞാൻ ചെയ്തത് എന്ന് ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് അയാൾക്ക് വേണമെങ്കിൽ പങ്കുവെക്കാം. അപ്പൊ അങ്ങനെ നമ്മളുടെ ചില ശീലങ്ങളും ചില രീതികളും ചില ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റി പുതിയ ഒരു പാതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് പോകാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർഗങ്ങളെല്ലാം ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ആധികാരികമായി അംഗീകരിക്കുകയോ എല്ലാ മദ്യാസക്ത രോഗികൾക്കും ശുപാർശ ചെയ്യുകയോ ചെയ്യുന്നില്ല. എല്ലാ മദ്യാസക്ത രോഗികളും ഈ സുബോധ ജീവിതം പുസ്തകം പഠിക്കണമെന്നും ഇത് മുഴുവൻ പ്രാവർത്തികമാക്കണമെന്നൊന്നും പറയുന്നില്ല. ആധികാരികമായി ഇതെല്ലാവരും എന്താ പറയാ അംഗീകരിക്കണമെന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവർത്തന മാർഗവും കുറേ അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് പോയിന്റുകൾ വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴും വളരെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഞാൻ ചില നടപടികൾ എടുക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തുണ്ട്. ആ ചെയ്യാൻ പാടില്ലാത്ത ഏതാണ് എന്നൊക്കെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ ഏത് തരത്തിലത് പെരുമാറണം, എങ്ങനെ നമുക്ക് ഇപ്പം കുടിസഭയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണപ്പേരെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മദ്യം ഒരാള് വിളമ്പി തരികയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പിണക്കമായാലോ? അപ്പൊ അങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും ഞാൻ എന്ത് ചെയ്യണം, ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ ഓരോരോ ഐഡിയകൾ രൂപപ്പെട്ടു വരികയും ചെയ്യും. അതിന് നമുക്ക് ഈ പുസ്തകം വല്ലാതെ നമുക്ക് സഹായിക്കും. ചിലപ്പോൾ ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെട്ടേക്കാം. ആവശ്യാനുസരണം ഉപദേശങ്ങൾ തേടാനുള്ള ഒരു കൈപ്പുസ്തകമായാണ് ഈ ചെറിയ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് പേജ് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മറിച്ചു നോക്കാം. അല്ലാതെ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാനുള്ള ഒരു സംഗതിയല്ല. അപ്പം താഴെ പറയുന്ന സഹായകരമാണെന്ന് തെളിയിക്കുന്ന രണ്ട് കാര്യങ്ങൾ നാം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, തുറന്ന മനസ്സോടെ സമീപിക്കുക എന്നുള്ളതാണ്. അത് ഇതിനെക്കുറിച്ച് ഞാൻ ചുരുക്കം നേരത്തെ പറഞ്ഞിരുന്നു. നമ്മള് ഒരു ഓപ്പൺ മൈൻഡഡ്, ക്ലോസ്ഡ് മൈൻഡഡ്. നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ക്ലോസ്ഡ് മൈൻഡഡ് ആയിരിക്കും. അതായത് പുതിയ ഒരു ആശയം കേൾക്കുന്ന സമയത്ത് ആ ആശയത്തെ നിശിതമായി വിമർശിക്കും. അതൊന്നും ശരിയാവില്ല, അങ്ങനെയാക്കാൻ പറ്റില്ല, അങ്ങനെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ പൂർണ്ണമായും വിമർശിച്ച് അതിനെ നിരാകരിക്കും. ഏത് ഒരു പുതിയ ആശയം കേൾക്കുമ്പോഴും ആ ആശയം പറയുന്ന ആള് അത് വെറുതെ പറയുന്നില്ല. അത് അയാൾ ഒരുപാട് ചിന്തിച്ച് ഒരുപക്ഷെ അത് അയാൾ പ്രവർത്തിച്ച് അയാൾക്കൊരു ധാരണയുള്ള ഒരു കാര്യമാണ് അയാൾ പറയുന്നത്. അതിനെ അതിൻ്റെതായ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വേണം അതിനോട് പ്രതികരിക്കാൻ. അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഒരു തുറന്ന മനസ്സോടുകൂടി ഇരുന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഒരുപക്ഷെ ഇതിലെ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ അത്തരം നിർദ്ദേശങ്ങളെ എന്നേക്കുമായി നിരാകരിക്കാതെ അവയെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. ജസ്റ്റ് അത് മാറ്റിവെക്കുക, അയാൾ ഒഴിവാക്കുന്നില്ല. മനസ്സ് അവയ്ക്കെതിരെ പൂർണ്ണമായും കൊട്ടിയടയ്ക്കാതിരുന്നാൽ
പിൽക്കാലത്ത് തിരികെ പോകാനും നേരത്തെ ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാനും കഴിയും. ഏതെങ്കിലും ഒരു പുതിയ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഒറ്റയടിക്ക് അതിനെ തള്ളിക്കളയാതെ അതിനെ വിമർശിച്ച് അതിനെ ഒഴിവാക്കുക. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് അതൊന്നും നടക്കാത്ത കേസാണ്, എന്താണ് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് സാധാരണഗതിക്ക് നമ്മൾ അതിനെ കൂടെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ പറയുന്നത് അങ്ങനെ ഒഴിവാക്കാതെ അതിനെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് വീണ്ടും തിരിച്ചു വന്ന് അതിനകത്ത് ഒന്ന് കയറി അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഏതെങ്കിലും ഒരാളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് ഉൾക്കൊള്ളുക. അതിനൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കേസല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഓർക്കുക. ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും? അയാളുടെ അടുത്ത് തോറ്റു കൊടുക്കലായിരിക്കില്ലേ, എനിക്കൊന്നും അറിയാത്തവനാണെന്ന് അയാൾ വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ തർക്കിച്ച് അങ്ങോട്ട് തോപ്പിക്കാനാണ് സാധാരണ നമുക്ക് ഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ ചെയ്യുന്നത്. അയാൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവന്ന് ഞാൻ പെട്ടെന്ന് നിശിതമായി വിമർശിച്ച് അതിനെ അടിച്ചമർത്തി അങ്ങോട്ട് മടക്കി കെട്ടി അങ്ങോട്ട് കൊടുക്കും. അയാൾ പറയാൻ വന്ന ഒരാൾ. പക്ഷെ ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിലും അയാൾ പറയാൻ വരുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും. കാരണം അയാൾ വെറുതെ അല്ല പറയുന്നത്, അയാൾ ഒരുപാട് ആലോചിച്ച് ആയിരിക്കുമല്ലോ അത് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നെ എന്തൊരു കാര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്ന മനസ്സുള്ള ഒരാളായി. ഉദാഹരണത്തിന്, ഞങ്ങളുടെ മദ്യരഹിത ജീവിതത്തിന്റെ ആദ്യത്തെ കാലയളവിൽ സ്പോൺസർമാർ നൽകിയ നിർദ്ദേശങ്ങളും സൗഹൃദവും മദ്യരഹിത ജീവിതം തുടരാൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചതായി ഞങ്ങൾ ചിലർ മനസ്സിലാക്കി. സ്പോൺസർമാരുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നു, ഞാന് വന്ന ഉടനെ ഒരു സ്പോൺസറെ കണ്ടെത്തി, ആ സ്പോൺസർ പറയുന്ന പോലെയൊക്കെ ഞാൻ പോയത് കൊണ്ടാണ് എനിക്ക് ഇപ്പൊ സുഖമായി ജീവിക്കാൻ പറ്റുന്നതെന്ന് ഒരേ അംഗം പറയുന്നു. അത് കേൾക്കുന്ന സമയത്ത് മറ്റേ ആള് ഈ സ്പോൺസർ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അയാള് കൂടി നടക്കുന്നേ ഉള്ളൂ, അയാള് മീറ്റിങ്ങിൽ കൂടെ പോകുന്നു. അപ്പൊ അയാള് പറയുന്നത് ഈ സ്പോൺസറിന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ കണ്ടോ, അയാൾ വെറുതെ പറയുകയാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതൊന്നും നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ചില കാഴ്ചപ്പാടുള്ളൂ കൂടി. ഞാനിപ്പോ കുറച്ച് മീറ്റിങ്ങിനൊക്കെ ഞാനങ്ങ് പോകും, അത്രയൊക്കെ പോയാൽ മതി. അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്പോൺസറെ കണ്ടെത്തിയിട്ട് അയാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയേണ്ടതൊന്നും ഇല്ല എന്ന് ഇയാൾ ഒറ്റയടിക്ക് ചിലപ്പോ അയാളോട് തർക്കിച്ച് അല്ലെങ്കിൽ പോവാനുള്ള സാധ്യത പൊതുവെ നമ്മളുടെ ആൾക്കാർക്കുണ്ട്. അങ്ങനെ മദ്യരഹിത ജീവിതത്തിന്റെ ആദ്യത്തെ കാലയളവിൽ സ്പോൺസർമാർ നൽകിയ നിർദ്ദേശങ്ങളും സൗഹൃദവും മദ്യരഹിത ജീവിതം തുടരാൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചതായി ഞങ്ങൾ ചിലർ മനസ്സിലാക്കി. എന്നാൽ മറ്റു ചിലർ നിരവധി ഗ്രൂപ്പുകൾ സന്ദർശിക്കുകയും ധാരാളം അംഗങ്ങളെ പരിചയപ്പെടുകയും ചെയ്തതു ശേഷമാണ് ഒരു സ്പോൺസറുടെ സഹായം അഭ്യർത്ഥിച്ചത്. ചിലര് പറയും ഞാൻ വന്ന ഉടനെ തന്നെ സ്പോൺസറെ കണ്ടെത്തി. ചിലര് പറയും ഞാൻ വന്നിട്ട് കുറെ കാലം നടന്ന് ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് കീറാമുട്ടിയായ ചില പ്രശ്നങ്ങൾ, എനിക്ക് സ്വയം പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ സ്പോൺസറെ കണ്ടെത്തിയത്. അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും പോയിട്ട് ഇപ്പൊ സ്പോൺസറോട് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സ്പോൺസറോട് പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സ്പോൺസറെ കണ്ടെത്തിയെന്ന് വേറൊരാൾ പറയുന്നു. ഈ രണ്ടു കൂട്ടരും പറയുന്നത് മുഴുവനായി ഉൾക്കൊണ്ടതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് അവസരമുണ്ട്. അങ്ങനെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും തുറന്ന മനസ്സോടുകൂടി കേട്ടാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഒന്ന്, ആദ്യം മുതലേ സ്പോൺസറുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടായോ, ഇനി അതല്ല കുറെ കഴിഞ്ഞിട്ട് സ്പോൺസർമാരെ തേടിയ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ഗുണം ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി വിശകലനം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഒരു പുതിയ ആശയം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഒറ്റയടിക്ക് അതിന് വേണ്ട എന്ന് വെക്കേണ്ടതില്ല. അതവിടെ നിൽക്കട്ടെ, അതിനെ കേട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അത് പറ്റുമോ പറ്റിയോ എന്ന് നമ്മൾ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനം എടുക്കുന്നതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങളിൽ ചിലർ മതാചാരപരമായ പ്രാർത്ഥനകൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ ശക്തമായി സഹായിക്കുന്നു മനസ്സിലാക്കി. ചിലർ പറയുന്നു ഞങ്ങളുടെ മതം, ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും മുസ്ലിം മതമായാലും, ഞാൻ അമ്പലത്തിൽ പോക്ക് വളരെ സ്ട്രോങ് ആക്കി, ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങി, അങ്ങനെ അതൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് കുടിക്കാതിരിക്കാൻ പറഞ്ഞത്. ചിലർ പറയും പള്ളികളിൽ ഞാനിപ്പോ 5 നേരം നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ പള്ളികളിൽ പോവാറുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇപ്പോ എന്നെ കുടിക്കാതിരിക്കാൻ വല്ലാതെ സഹായിക്കുന്നുണ്ട്.
അതേസമയം ഇവിടെ എങ്ങും പോവാതെ, നേരത്തെ പള്ളിയിൽ പോകുന്നില്ല, ഇപ്പോഴും പോകുന്നില്ല. മറ്റുള്ളവർ നേരത്തെ സൂചിപ്പിക്കുന്ന ഏതിൽ നിന്നും ഊരിയിറങ്ങും. ഒരു സ്ഥലത്തും ഒരു മതാചാരപരമായ ഒരു പരിപാടിയില്ല. എന്നാൽ മീറ്റിംഗിൽ എന്നിട്ട് പറയും, ഞാൻ അവിടെ ഒന്നും പോകല്ലേ, ഞാൻ മീറ്റിംഗിൽ കൂടെ പോയിട്ടാണ് ഞാനിപ്പോ കുടിക്കാതിരിക്കുന്നത് എന്ന് ചിലരങ്ങനെ പറയുന്നു. എങ്കിലും പിൽക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആശയത്തെ പറ്റിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാട് വീണ്ടും വീണ്ടും നമുക്കത് മെച്ചപ്പെടുത്താൻ, ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. നമുക്ക് എയിൽ വന്ന ഉടനെ എടുത്ത ചില തീരുമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് ആദ്യം ഉടനെ എടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് പോയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് വരുന്നതോടുകൂടി നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് പോകണം. അങ്ങനെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ വീണ്ടും മെച്ചപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മളുടെ ഒരു കണ്ണാടി വെച്ചുകൊണ്ട് കാണാതെ, നമ്മളുടെ ഒരു മഞ്ഞക്കണ്ണാടി വെച്ചുകൊണ്ട് കാണാതെ, നമ്മൾ അതിനെ തുറന്ന മനസ്സോടുകൂടി അതിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അങ്ങനെ ഒരു തുറന്ന മനസ്സില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാറ്റങ്ങൾ വരിക എന്നുള്ളത് സാധ്യമല്ല. ആ തുറന്ന മനസ്സില്ലാത്ത ഒരാൾക്ക് ഒരാള് പുതുതായി പറയുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം കേൾക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ മാറണം എന്നാണ് നമുക്ക് ഉള്ളതെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് അൺലേൺ ചെയ്യുക എന്നുള്ളത്. ആ അൺലേൺ ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തില് ഈ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക. അതായത് ഞാൻ ഇതുവരെ പഠിച്ചതൊന്നും അല്ല, ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളിന്റെ അതിന്റെ മുകളിലേക്കല്ല ചിന്ത വരണ്ടേ, അതിനെ അങ്ങ് മാറ്റിവെച്ച് ആദ്യം മുതലാണ് ചിന്ത വരേണ്ടത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഫ്രീ മൈൻഡ് ആവണം. അതായത് ശരിക്കും ചെവി കൊണ്ട് കേൾക്കുക മാത്രമല്ല, മനസ്സുകൊണ്ടും കൂടി കേൾക്കുക. ശരിയായ ശ്രോതാവ് എന്ന് പറയുന്നത് അയാള് വെറുതെ ഇങ്ങനെ കേട്ട് ചെവി കൂടെ കേട്ട് അങ്ങ് വിടുന്ന അല്ല ശ്രോതാവല്ലല്ലോ. അയാള് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഒക്കെ കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ കേൾക്കണമെങ്കിൽ അയാള് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഗ്രന്ഥത്തിലെ രോഗശമന പരിപാടിയായ 12 പടികൾ എത്രയും വേഗം പ്രായോഗികമാക്കാൻ തുടങ്ങുന്നുവോ അത്രയും അത് പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മറ്റു ചിലർ പടികളുടെ പരിശീലനം അല്പസമയം മദ്യവിമുക്തമായി ജീവിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടു. ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ വന്ന അന്ന് മുതൽ മദ്യാസക്ത രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, അന്ന് തന്നെ ഞങ്ങൾ പടി ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. വേറെ ചിലര് പറയുന്നു, ഞാൻ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറെ കഴിഞ്ഞപ്പോ എന്റെ സ്വഭാവ ദൂഷ്യങ്ങളിൽ ചില സംഗതികളുണ്ട്. മദ്യപിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മദ്യപാനം നടത്തുമ്പോ എന്നിലുണ്ടാവുന്ന സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അത് മദ്യപിക്കാതിരുന്നാൽ ആ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും കാണിക്കുക. ഇപ്പൊ മദ്യപിച്ച് കഴിഞ്ഞാൽ തെറി പറയുന്ന ഒരാള്, അയാൾ മദ്യപിക്കാതിരുന്നാൽ അയാൾ തെറി പറയില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അയാൾക്ക് തെറി പറയുന്ന ഒരു ശീലം അയാളുടെ അടുത്ത് പോകണില്ല. അയാൾ വീണ്ടും മദ്യപിച്ചാൽ അയാൾ തെറി പറയും. അപ്പൊ തെറി പറയുന്നുള്ള ശീലം അയാളുടെ പോകണമെങ്കിൽ അയാൾക്ക് ഈ പടികൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതായത് അതിന്റെ റൂട്ടിൽ നിന്ന് എടുത്തു കളയാം. അയാളുടെ ബിഹേവിയറിൽ, അയാളുടെ ചിന്തയിലൊക്കെ ഉള്ള ഒരു സ്വഭാവത്തിലുമൊക്കെയുള്ള ഒരു രീതിയാണ് അത് അയാൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അത് അയാൾ ഇപ്പൊ പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് പ്രകടിപ്പിക്കണേ മദ്യം ചെന്നാൽ അയാളുടെ ബോധം നഷ്ടപ്പെട്ട അയാൾ പ്രകടിപ്പിക്കും. പക്ഷെ അത് അയാളിലുണ്ട്. നമ്മളിലൊക്കെ എല്ലാവരിലും അങ്ങനെയുള്ള ചില പരിപാടികളുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ചിലരൊക്കെ ഞാനിപ്പോ പടിയൊന്നും ശീലിക്കേണ്ട കാര്യമില്ല, എനിക്കിപ്പോ കള്ളു കുടിച്ചപ്പോ ഞാൻ ഉണ്ടാക്കിയ ഒരു വൃത്തികേട് ഞാനിപ്പോ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പടി ചെയ്യുന്നില്ല. അപ്പൊ വേറെ ചില ആൾക്കാർ പറയും, ഞാൻ കള്ളു കുടിച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വൃത്തികേടുകൾ, കള്ളു കുടിച്ചിട്ട് ഉണ്ടാക്കിയ വൃത്തികേടുകൾ ഞാൻ കള്ളു കുടിക്കാതിരുന്ന സമയത്ത് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആ കള്ളു കുടിച്ചപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വൃത്തികേടുകളൊക്കെ ഉണ്ടാവാൻ കാരണം അതെല്ലാം എന്നിലെ ഒരു സ്വഭാവമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ബോധമുള്ളതുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ചില്ലെന്നുള്ളൂ. അതുകൊണ്ട് എന്നെ ബേസിക് ആയിട്ട്, അടിസ്ഥാനപരമായിട്ട് എന്റെ
എന്താ പറയാ സ്വഭാവത്തിൽ നിന്ന് ആ ഒരു ശീലം എടുത്തു മാറ്റാൻ എന്നെ പടി സഹായിച്ചു എന്ന് ചിലര് പറയുമ്പോൾ അതിന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റെ ഉള്ളിലും എന്നിലും വളരെ ചെറുപ്പം മുതലേ എന്റെ ഒരു കാഴ്ചപ്പാടില് ചില ചിന്തയിലൊക്കെ ഉള്ള ചില മോശം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് നമ്മള് അത് എപ്പോഴും ഒന്നും ഇതിപ്പോ ചിലപ്പം പുറത്തേക്ക് വന്നുകൊള്ളുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോഴായിരിക്കും, ഏതെങ്കിലും ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോൾ ഒരു സ്ട്രെസ്, അതല്ലെങ്കിൽ ഒരു ആങ്കർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചില പ്രത്യേക രീതിയിൽ പെരുമാറും. ആ പ്രത്യേക രീതിയിൽ പെരുമാറാൻ കാരണം അത് നമ്മളിൽ ബേസിക് ആയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അത്തരം ബേസിക് ആയിട്ടുള്ളതിനെ എടുത്ത് കളയാൻ വേണ്ടി പടി എന്നെ സഹായിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ ചിലപ്പോ അതിൽ നമ്മൾ ഊന്നൽ നൽകേണ്ടി വരും. അത് പറഞ്ഞത് ശരിയാണ്, അതുപോലെ ചെയ്യണം എന്ന് എനിക്ക് തോന്നണമെങ്കിൽ നമ്മൾ അത് അങ്ങനെ കേൾക്കണമല്ലോ. അങ്ങനെ കേൾക്കണമെങ്കിൽ ഈ പടികളെ കുറിച്ച് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയ സാധനം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇയാളെ പറയുന്നത് കേൾക്കേണ്ടി വരും. 12 പടികൾ എത്രയും വേഗം പ്രായോഗികമാക്കാൻ തുടങ്ങുന്നു അത്രയും അത് പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മറ്റു ചിലർ പടികളുടെ പരിശീലനം അല്പസമയം മദ്യമുക്തമായി ജീവിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി നീക്കിവെച്ചു. ചിലരത് ചെയ്തിട്ടുമില്ല. കൃത്യമായി പറഞ്ഞാൽ എഐക്ക് ശരിയായ വഴി തെറ്റായ വഴി എന്ന് തരംതിരിക്കാവുന്ന ഒരു മാർഗനിർദ്ദേശവും ഇല്ല. ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറയുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ വഴികൾ കെട്ടിപ്പടുക്കാം, അല്ലെങ്കിൽ വെട്ടിത്തെളിക്കാം. ആ വഴി വെട്ടിത്തെളിക്കാൻ ഞാൻ തുറന്ന മനസ്സോട് കൂട്ടിരുന്നാൽ കാരണം എന്റെ ഒരു ജീവിത സാഹചര്യം ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ എന്റെ ജീവിത സാഹചര്യം, എന്റെ ഒരു വീട്, എന്റെ ഒരു ഭാര്യ, എന്റെ കുട്ടികളെ, എന്റെ കുടുംബക്കാരെ, എന്റെ ചുറ്റുപാട്, എന്റെ ചിന്ത, എന്റെ വിദ്യാഭ്യാസം, എന്റെ ബുദ്ധി, എന്റെ വിവരം, എന്റെ കഴിവുകൾ, എന്റെ സാമ്പത്തികം, ഇതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ എന്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റി അവിടെയൊക്കെ പുതിയ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണമല്ലോ. അതുകൊണ്ട് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അതിനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പക്ഷെ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മൾ ആ കേട്ടോടത്തുനിന്ന് വിട്ടു കഴിഞ്ഞാൽ അത് പോയല്ലോ. അപ്പൊ ആ കേൾക്കുന്ന കാര്യങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയും. അപ്പൊ ഒരു ഏകാരൻ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തുറന്ന മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് എപ്പോഴെങ്കിലും പ്രയോജനകരമായേക്കാവുന്ന ഒരു മാർഗത്തിന് നേരെ വാതിൽ കുട്ടിയടയ്ക്കുന്നില്ല. അത് നമ്മളൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കേട്ടിട്ട് നമ്മളവിടെ വെക്കുന്നു, നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനുള്ള അവകാശത്തെ ബഹുമാനിക്കുന്നു. എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോ ചില ആൾക്കാരുണ്ട് ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്ന കേൾക്കും. ഒരാളോടും അങ്ങനെ പറയേണ്ടതില്ല. അയാൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അയാളാണ്. അത് കാരണം അയാളുടെ ഒരു സാഹചര്യം അയാൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഒരു രീതി ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം, അതിൽ ചില ആശയങ്ങൾ ഉണ്ടാവും, അതല്ലാതെ ബാക്കിയെല്ലാം എനിക്ക് മാത്രമുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരിൽ നിന്ന് കേട്ട് കഴിയുമ്പോഴാണ് ചിലപ്പോ എന്റെ ഒരു സ്വന്തമായ രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ചിലപ്പോൾ ഒരു അംഗം പരിപാടിയെ സ്വയം വിളമ്പിയെടുക്കുന്ന ഭക്ഷണശാലയോട് താരതമ്യം ചെയ്ത് സംസാരിക്കും. ഒരു ബൊഫെ സിസ്റ്റത്തിൽ, അതായത് തനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കുക, അല്ലാത്തത് എടുക്കാതിരിക്കുക. ഇപ്പൊ എയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിപ്പോ എല്ലാവരും ഒന്നും എടുത്തോളണമെന്നില്ല. ചിലര് ചില ഭാഗം എടുക്കും, മറ്റേ ഭാഗമൊക്കെ ഒഴിവാക്കും. എന്ന് വെച്ചിട്ട് ആ ഭാഗം എടുത്തവരാണ് നല്ലതെന്ന് ഈ ഭാഗം എടുത്തവർ മോശമെന്നൊന്നുമില്ലല്ലോ. എല്ലാവരും കുടിക്കാതിരിക്കുന്നുണ്ട്. കുടിക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇനി മാറ്റിവെക്കപ്പെട്ട ഭാഗങ്ങൾ മറ്റുള്ളവർ വന്നെടുത്തേക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ അംഗം മടങ്ങി വന്ന് നേരത്തെ ഞാൻ തിരസ്കരിച്ച് ചില ആശയങ്ങൾ സ്വീകരിച്ചേക്കാം. ചിലപ്പോ മറ്റേ ആൾ വന്നിട്ട് അയാൾ ആദ്യമൊക്കെ വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ പിന്നെ ചിലപ്പം ചെയ്തേക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യലാന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റേ ആൾ ചെയ്യുന്നത്. ഇതൊക്കെ സാധാരണ ഉണ്ടാവാറില്ല. ഒരു കഫ്റ്റീരിയയിൽ നിന്ന് മധുര പദാർത്ഥങ്ങളോ അന്നജ വിഭവങ്ങളോ സലാഡുകളോ വളരെ പ്രിയപ്പെട്ട മറ്റേതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ മാത്രം തിരഞ്ഞെടുക്കാൻ
ഉണ്ടാവുന്ന പ്രലോഭനങ്ങളെ പറ്റി ഈ അവസരത്തിൽ ഓർക്കുന്നതെന്നാണ്. ഒരു ബൊഫേസ് ചെന്ന് കഴിഞ്ഞാല് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം മധുരപലഹാരങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അന്നജ വിഭവങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സലാഡുകൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കാം. അതിങ്ങനെ തെരഞ്ഞു പോയി എടുക്കുന്ന അതൊരു പ്രലോഭനമാണ്. അതുണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞു പോയി നോക്കുന്ന ഒരു പ്രലോഭനം പറ്റി നമുക്ക് ഒന്ന് ഓർക്കുന്നതല്ലാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആവശ്യത്തിന് മതി എന്ന വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം അങ്ങേയറ്റത്ത് വരെ പോകണമെന്നൊന്നുമില്ല. ബുദ്ധൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഏത് കാര്യത്തിനും, ദേഷ്യമായാലും ശരി, സന്തോഷമായാലും സങ്കടമായാലും സാമ്പത്തിക കാര്യങ്ങളായാലും ശരി, അങ്ങനെ ഏത് സംഗതി നമ്മുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് എൻഡ് ഉണ്ട്. അതൊരു ലോ എൻഡും എക്സ്ട്രീം എൻഡും ഹൈയും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് പറ്റിയല്ല. അതിന്റെ ഇടയിലൂടെ പോകുന്ന ഒരു മധ്യമാർഗമുണ്ട്. ഇപ്പൊ ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യത്തിന് കുറച്ച് ദേഷ്യമൊക്കെ പിടിച്ചു പോകുന്ന ഒരു മധ്യമാർഗമുണ്ട്. സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹമില്ലായ്മയും വലിയ പ്രശ്നമാണ്. ഭയമാണെങ്കിൽ ഭയങ്കര ഭയവും ഒട്ടും ഭയമില്ലാത്തതും പ്രശ്നമാണ്. അപ്പൊ എല്ലാ കാര്യത്തിനും രണ്ടെൻഡ് ഉണ്ട്. ഈ രണ്ടെൻഡും നമുക്ക് പറ്റിയല്ല. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ ഒരു മധ്യമാർഗം പിടിക്കണം. ആ മധ്യമാർഗം നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു മധ്യമാർഗം പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാലാണ് നന്നാവുള്ളൂ, രക്ഷപ്പെടുള്ളൂ എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിനകത്തും പറയുന്നത് എല്ലാം ആവശ്യത്തിന് മതി എന്ന വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ കാര്യവും നമുക്ക് വേണം, പക്ഷെ അത് തീരെ ഇല്ലാതിരിക്കരുത്, പക്ഷെ അത് ഹൈയിലേക്ക് പോവുകയും ചെയ്യരുത്. മീറ്റിംഗ് വേണമല്ലോ, പക്ഷെ ഫുൾ മീറ്റിംഗ് ആയാലോ അത് ശരിയാവില്ല. തീരെ മീറ്റിംഗ് ഇല്ലാണ്ടിരുന്നാലോ അത് ശരിയാവില്ല. പക്ഷെ അതിന് പാകമുണ്ട്, എനിക്ക് പറ്റിയ ഒരു പാകമുണ്ട്. ആ പാകത്തിന് പിടിക്കണം. ജോലി ചെയ്യാം, നമ്മള് ഫുൾ ടൈം ജോലി ആയാലോ തീരെ ജോലി ചെയ്യാതിരുന്നാലോ അത് ശരിയല്ല. പാകത്തിന് ജോലി ചെയ്ത് പോകുന്ന ഒരു മധ്യമാർഗം പിടിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഒരുപക്ഷെ അറിവുണ്ടായിക്കൊള്ളുന്നില്ല. ആ അറിവ് ഒരറിവ് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ടോ ഏതെങ്കിലും ആൾക്കാരെ എടുത്തുന്നോ നമുക്ക് കിട്ടുന്ന ഒരറിവിനെ അത് നമ്മൾ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോഴാണല്ലോ അതിന്റെ ഗുണം ഉണ്ടാവുക. നമുക്ക് ഒരുപാട് അറിവുണ്ടായതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ അറിവിന് കുറച്ച് അറിവുള്ള ആളാണെങ്കിൽ പോലും അയാൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവുള്ള ഒരാള് ഉപയോഗപ്പെടുത്താത്ത ഒരാളെക്കാളും മിടുക്കനായിരിക്കും. അപ്പൊ നമുക്ക് ലഭിക്കുന്ന അറിവിനെ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. ഇപ്പൊ പടികളെ കുറിച്ച് വളരെ വാതോരാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ കൃത്യമായി സാധനങ്ങൾ അരച്ച് കലക്കി കുടിച്ച് പടി എന്ന് പറഞ്ഞ ഒന്നാം പടി എന്താണ്, രണ്ടാം പടി എന്താണ്, ഓരോ പടിയെ കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇവരൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവരാരും ഈ പടി ചെയ്തില്ലെങ്കിലും ഇപ്പൊ അറിവ് കൊണ്ടല്ല കാര്യമില്ല. പക്ഷെ അത്ര ഒന്നും അറിയാത്ത ഒരാള്, ഈ പടികളെ കുറിച്ച് അത്ര ഒന്നും അറിയാത്ത ഒരാള്, അയാൾക്ക് കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ, പക്ഷെ അത് അയാൾ മുഴുവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈഫിൽ മാറ്റം വരിക ഈ പറഞ്ഞ കുറച്ചേ അറിഞ്ഞുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന ആൾക്കാർക്കാണ് അയാളുടെ പെരുമാറ്റത്തിലും അയാളുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഒരുപാട് ഒന്നും വേണമെന്നില്ല, പക്ഷെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും. മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം നേടുന്ന പ്രക്രിയ ഞങ്ങൾക്ക് ആശയങ്ങളുടെ ഒരു സമീകൃത ആഹാരം ആവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. നമ്മൾ അതിനെയൊക്കെ ഒന്ന് ആറ്റിക്കുറുക്കി ഒരു സമീകൃതമായിട്ടുള്ള പാകത്തിനുള്ള ഒരു ആഹാരം, നമുക്ക് സമീകൃത ആഹാരം കഴിക്കുന്ന പോലെ ആശയങ്ങളും ഇതേപോലെ നമ്മളതിനെ സമീകൃതമാക്കിയെടുക്കേണ്ടതുണ്ട്. അവയിൽ ചിലതെല്ലാം ആദ്യത്തെ നോട്ടത്തിൽ മറ്റുള്ളവയായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര രുചികരമല്ലെന്ന് തോന്നാം. എന്നാൽ മികച്ച ഭക്ഷണ വസ്തുക്കളെ പോലെ മികച്ച ആശയങ്ങളും നാം ബുദ്ധിപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അവ നമുക്ക് ഗുണം ചെയ്യുകയില്ലല്ലോ.
അതായത് ചില ചില ഫുഡ് പാവയ്ക്ക എനിക്ക് ഇഷ്ടമല്ല, അതിന്റെ കയ്പ്പ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പാവയ്ക്ക ആണ് ഇരുമ്പ് നന്നായിട്ട്, അയൺ നന്നായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറി എന്ന് പറയുമ്പോൾ കുറച്ച് പാവയ്ക്കെങ്കിലും കഴിക്കണം. കാരണം ഇരുമ്പിന്റെ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പം ഒറ്റ നോട്ടത്തിൽ രുചികരമല്ലെന്ന് തോന്നാമെങ്കിൽ പോലും മികച്ച ഭക്ഷണ വസ്തുക്കളെ പോലെ, അതൊരു മികച്ച വസ്തുക്കളെ പോലെ, അതുപോലെ മികച്ച ആശയങ്ങളും അതൊരു മികച്ച ആശയമാണ്, നമുക്കത് ഇഷ്ടമല്ല എങ്കിൽ പോലും നാം അതിനെടുത്ത് ബുദ്ധിപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അവ നമുക്ക് ഗുണം ചെയ്യുകയില്ലല്ലോ. അത് നാം രണ്ടാമതായി ജാഗ്രത പാലിക്കേണ്ട വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത് ഇനി അടുത്ത പോയിന്റ് ഇതാണ്, ഇതിന്റെ വിശദീകരണമാണ്. നിങ്ങളുടെ സാമാന്യബോധം ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. സാമാന്യബോധം താഴെ പറയുന്ന കാര്യങ്ങളിൽ നിത്യജീവിതത്തിൽ സാമാന്യ ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ചില സമയത്ത് നമ്മുടെ സെൻസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏറെക്കുറെ മറ്റെല്ലാ ആശയങ്ങളെയും പോലെ ഈ ചെറു ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങളും ഉപയോഗിക്കപ്പെടാതെ പോകാം. ഉദാഹരണത്തിന് ഈ പുസ്തകത്തില് ഒരു 10-31 പോയിന്റുകൾ പറയുന്നുണ്ടെന്ന് പറയുന്നു. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞ പോലെ രണ്ട് എൻഡിലേക്കും പോവാം. ഉദാഹരണത്തിന് ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റാണ് അതായത് നിങ്ങൾ വിശന്ന് റൂട്ടിലൂടെ നടക്കുക അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മദ്യപിക്കാനുള്ള തോന്നൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നിങ്ങൾ കീശയിൽ കരുതിയിരിക്കുന്ന ഒരു മിഠായി എടുത്ത് കഴിക്കാൻ പറയുന്നു. ഉദാഹരണത്തിന് മിഠായി കഴിക്കുക എന്ന ആശയം തീർച്ചയായും പ്രമേഹ രോഗികൾ, അമിതവണ്ണമുള്ളവർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദ രോഗമുള്ളവർ മധുര വസ്തുക്കൾക്ക് പകരം അവരുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കാത്ത, അതേസമയം മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടുക എന്ന ആശയത്തിന്റെ പ്രയോജനം ലഭിക്കത്തക്കവണ്ണം മറ്റെന്തെങ്കിലും കഴിക്കണം. ഇപ്പൊ മിഠായി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആ മിഠായി ഇപ്പോഴെന്ന് വെച്ചിട്ട് എപ്പോഴും അയാൾ ഇങ്ങനെ മിഠായി കഴിച്ചു നടക്കുക, അതല്ല. ആ മിഠായി കഴിക്കുക എന്ന് പറയുന്നത് ഒരു വിശക്കുന്ന വയറിലാണ് മദ്യം കഴിക്കാനുള്ള ടെൻഡൻസി പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാൾട്ടിൽ പറയുന്നു ഹാങ്കർ, അതിൽ പറയുന്ന വിശന്നിരിക്കുന്ന മനസ്സിൽ ആ ഹാങ്കർ, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ പറയാ, ആ സമയത്ത് എത്ര വിശന്നിരിക്കുന്ന വയറിലും ആ വിശപ്പ് ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം മധുരം ചെല്ലുക എന്നുള്ളതാണ്. മധുരമുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ വിശപ്പ് നിറം മാറും. അതുകൊണ്ടാണ് മധുരമുള്ള മിഠായി കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് എപ്പോഴും ഈ മധുരമുള്ള മിഠായി കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്, അത് പറ്റിയല്ല എന്നുള്ള ന്യായം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് അവർക്ക് പ്രമേഹ രോഗികളെ ഇത് കഴിക്കാൻ പറ്റില്ല, അമിതവണ്ണമുള്ളവർക്ക് ചിലപ്പം പറ്റിയല്ല, രക്തസമ്മർദ്ദമുള്ളവർക്കൊന്നും പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ അവരുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കാത്ത, അതേസമയം മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടുക എന്ന ആശയത്തിന്റെ പ്രയോജനം ലഭിക്കത്തക്കണം വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പൊ അവിടെ ഒരു പോയിന്റേ പറയുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് ഇതിനെ വിമർശിക്കല്ല വേണ്ടേ. മിഠായി കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ലെന്ന് പറയല്ല വേണ്ടേ. ആ മിഠായി കഴിക്കണം എന്ന് പറയുന്നത് ഇതാണ് സംഗതി. വിശന്നിരിക്കരുത്. വിശന്ന വയറിൽ മദ്യം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് മറ്റെന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നത്, നിറയെ വെള്ളം കുടിക്കുക. ഒരുപാട് പല ആൾക്കാരും പല ടെക്നിക്കുകളൊക്കെ പറയാറുണ്ട്. അത്തരം ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. നിരവധി പോഷകാഹാര വിദഗ്ധർ പ്രോട്ടീൻ അധികമുള്ള ലഘുഭക്ഷണങ്ങളാണ് മധുരപലഹാരങ്ങളെ അപേക്ഷിച്ച് പൊതുവെ എല്ലാവർക്കും നല്ലതെന്ന് കരുതുന്നുണ്ട്. പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക. കൂടാതെ ആരും തന്നെ ഈ പ്രതിവിധി ക്രമാതീതമായി പ്രയോഗിക്കരുത്. മധുരപലഹാരം കൂടാതെ സമീകൃത ആഹാരവും നാം കഴിക്കണം. എന്ന് വെച്ചിട്ട് മധുരപലഹാരം കഴിക്കുക എന്ന് ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മധുരപലഹാരം തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാലോ, അതും ശരിയാവില്ല. അയാള് ശരിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് അദ്ദേഹത്തിന് കിട്ടുന്നില്ലാത്തൊരു സമയമാണ്. ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുന്നതെങ്കിൽ ആ സമയത്ത് ഇപ്പൊ അയാൾക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അയാൾ നിർത്തിയിട്ടില്ല എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് കയ്യിലിരിക്കുന്ന ഒരു മിഠായി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ മദ്യപിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയത്ത് പോയി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. മറ്റൊരു ഉദാഹരണം നോക്കുക, അത് വളരെ ഈസി ഡെസിറ്റ്, അനായാസം ചെയ്യുക.
അനായാസം ചെയ്യുക എന്ന് ഞാൻ ആദ്യം കേട്ടപ്പോഴേ മനസ്സിലായത് അനായാസം ചെയ്യുക, ഏത് ജോലിയും അങ്ങനെ താളത്തിൽ ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ അനായാസം ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അനായാസം ചെയ്യുക എന്ന മുദ്രാവാക്യത്തിന്റെ ഉപയോഗമാണ്. ഞങ്ങളിൽ ചിലർ ഈ വിവേകപൂർണമായ ആശയത്തെ ദുരുപയോഗപ്പെടുത്താമെന്ന് കരുതി. ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാ? പറയുന്നുണ്ട് അനായാസം ചെയ്താൽ മതി എന്ന്, അതുകൊണ്ട് ഞാനങ്ങനെ വരികയാണ്, ഞാനങ്ങനെ ചെയ്യുള്ളൂ. പറയുന്നുണ്ട് അനായാസം ചെയ്താൽ മതി എന്ന്. കുടിയുടെ കാര്യമായാലും കുടിക്കാതിരിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റുന്ന കാര്യമായാലും ഏത് കാര്യമായാലും സാമ്പത്തിക കാര്യങ്ങളായാലും മറ്റെന്ത് കാര്യമായാലും ശരി, അതിങ്ങനെ അനായാസം ചെയ്താൽ മതി എന്നേ പറയുന്നുണ്ട്. അതാണല്ലോ ഈസി ഡെസിറ്റ് എന്നാണ് പോയിന്റ് വരുന്നത്. പക്ഷെ അത് ഒഴുകഴിവല്ല. ഇതല്ലല്ലോ തീർച്ചയായും ആ മുദ്രാവാക്യം കൊണ്ട് ചിലർ അതിനെ മടിക്കും അലസതയ്ക്കും അല്ലെങ്കിൽ ധാർഷ്ട്യത്തിനും ഒഴികഴിവാക്കി മാറ്റി. അനായാസം ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അയാൾക്കും മടിയാണ്. എന്താണ് പറയുന്നുണ്ട് അങ്ങനെ അനായാസം ചെയ്താൽ മതി എന്ന്, അലസത. അയാള് പറയുന്നു ഭയങ്കര ധാർഷ്ട്യം കാണിക്കുന്നു, ഞാനതിങ്ങനെ ചെയ്യാൻ അയാൾ പറയുന്നു. അത് ഒരു ഒഴികഴിവാണ്. ഇതല്ലല്ലോ തീർച്ചയായും ആ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായി പ്രയോഗിച്ചാൽ അത് രോഗത്തെ ഭേദമാക്കും. അനായാസം ചെയ്യുക. നമ്മൾ ഏതൊരു കാര്യവും അത് വളരെ തിടുക്കപ്പെട്ട് കഷ്ടപ്പെട്ട് ഇപ്പൊ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ശരിയായ തീരുമാനം എടുത്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ മുകളിൽ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അനായാസം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റ് എത്തുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. ശരിയായ പ്രയോഗിച്ചാൽ അത് രോഗത്തെ ഭേദമാക്കും. തെറ്റായാലോ അത് രോഗശമനത്തെ തടസ്സപ്പെടും. അതുകൊണ്ട് ഞങ്ങളിൽ ചിലർ ഇങ്ങനെ മാറ്റി പറയും, അനായാസം ചെയ്യുക, അല്ലെങ്കിൽ അത് പക്ഷെ നിർബന്ധമായും ചെയ്യണം. അപ്പൊ ഇവിടെയാണ് പറഞ്ഞത് സാമാന്യബോധം ഉപയോഗിക്കണം എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഒരു കാര്യത്തെ അത് അപ്പടി അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത് ഏത് തരത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അത് ചെയ്തു പോവുക. ഏത് ഉപദേശം പിന്തുടരുന്നതിലും നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം എന്നത് വ്യക്തമായല്ലോ. അപ്പൊ ചുരുക്കം ഇതാണ്, നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ആൾക്കാരെ അടുത്ത് കിട്ടും, പക്ഷെ അതിന്റെ നമ്മളുടെ ഒരു റൂട്ട് നമ്മൾ നിശ്ചയിക്കണം. ശരി, നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം. ഇവിടെ വിവരിച്ചിരിക്കുന്ന എല്ലാ മാർഗങ്ങളും നല്ല വിവേചന സാമർഥ്യത്തോടു കൂടി പ്രയോഗിക്കണം. എല്ലാം അത് അതിൻ്റെതായ രീതിയിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറയുന്ന ആശയവും നമ്മളുടെ രോഗത്തിന്റെ തീവ്രത, നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചിട്ട് ഈ പറഞ്ഞ ആശയത്തെ ഏറ്റവും സൂട്ടബിളായി നമ്മൾ അത് ഏത് റൂട്ടിലൂടെ വിട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ്, നമ്മളുടെ സാഹചര്യം നമ്മുടെ മാത്രം. അപ്പൊ നമ്മൾ അതിനെ ഏത് അളവിൽ എടുത്ത് ഉപയോഗിച്ചാലാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടാവുക എന്ന് തീരുമാനിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിലാണ് ശരിക്കും എന്താ പറയാ ഒരു നല്ല ഒരു സുബോധമുള്ള രസകരമായ ലൈഫായി മാറാൻ. ഇപ്പൊ ഈശ്വരവിശ്വാസം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ നേരവും ഇയാളെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അയാളുടെ ഒരു കാര്യം നടക്കില്ല. ദൈവത്തെ എല്ലാം ഇയാള് ഇച്ഛകളും ജീവിതവും ഞാൻ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാം ഞാനിപ്പോ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലോ? അപ്പൊ അതിന് ഏത് ഉപദേശമായാലും ശരി, അതിനെ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കണം. നല്ല വിവേചന സാമർഥ്യത്തോടു കൂടി ഉപയോഗിക്കുകയും വേണം. ഇല്ലെങ്കിൽ പരാജയപ്പെടും. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ ഒരു തുറന്ന മനസ്സോടുകൂടി, ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി, ഒരു ശരിയായ ഇപ്പൊ ഞാനിത് പറയുമ്പോ പോലും ഇത് എന്റെ ഒരു വ്യാഖ്യാനം ഉണ്ടാവും, അത് അതേപടി ആരും സ്വീകരിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് അതേപടി സ്വീകരിക്കുകയും ചെയ്യരുത്. മറിച്ച് ഈ പറയുന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾ സ്വന്തം ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. ഇനി അതല്ല, ഇനിയിപ്പോ ഞാൻ പറയുന്ന
പറയുന്ന കാര്യങ്ങളില് വ്യക്തത ഇനി വേണമെങ്കിൽ പുസ്തകം ഒന്നുകൂടെ വായിക്കുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലൊക്കെ ചോദിക്കുക, ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുക. ഏതായാലും നമുക്ക് ഈ ഒരാൾ പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിലപ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പറയുന്ന പോലെ ആണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ. ഒരു കാര്യം കൂടി, മദ്യവിമുക്തമായി ജീവിക്കുന്നതിന് ആവശ്യമായ ശാസ്ത്രീയ വൈദഗ്ധ്യം നൽകുന്നതായി എ അവകാശപ്പെടുന്നില്ല. ഇതൊന്നും അവകാശപ്പെടുന്നില്ല. അതായത് നിങ്ങൾ എങ്ങനെ ജീവിച്ചാൽ രക്ഷപ്പെടുമെന്നൊന്നും പറയുന്നില്ല. കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം അനുഭവങ്ങളാണ്. ഇവിടെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്, അല്ലാതെ വിദഗ്ധ ഉപദേശങ്ങളോ വിശദീകരണങ്ങളോ അല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 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 ചെയ്താൽ രക്ഷപ്പെടും എന്ന് പറയുന്നതാണ് ഉപദേശം. അങ്ങനെ ആയാലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നതാണ്. പക്ഷെ ഒരിക്കലും ഒരു ഉപദേശവും തരുന്നില്ല. കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ നിർദ്ദേശങ്ങളിൽ എനിക്ക് പറ്റുന്നതിന് ഞാൻ എടുക്കുന്നു, ഉപയോഗിക്കുന്നു, വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പുറങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താനുള്ള വൈദ്യശാസ്ത്രപരമായ കുറുക്കു വഴികളോ അമിത മദ്യപാനത്തിന് ശേഷമുള്ള അസ്വസ്ഥത കുറയ്ക്കാനോ ഇല്ലാതാക്കുന്നതിനോ ഉള്ള അത്ഭുത വിദ്യകളൊന്നുമില്ല. കുറുക്കു വഴികൾ പറയണില്ല. അതുപോലെ തന്നെ വിഡ്രോവൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള വിദ്യകളൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ചിലപ്പോഴൊക്കെ സ്വന്തമായി മദ്യത്തിൽ നിന്ന് മുക്തനാവാൻ സാധിക്കും. നമുക്ക് സ്വന്തം വേണമെങ്കിൽ മദ്യത്തിൽ നിന്ന് മുക്തനായി നിൽക്കാൻ കഴിയും. പക്ഷേ മിക്കപ്പോഴും സുദീർഘമായ മദ്യപാനത്തിന്റെ കാലയളവ് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്താൻ വേണ്ടി വൈദ്യസഹായമോ ആശുപത്രി സേവനമോ ആവശ്യമായി വന്നേക്കും. ഇത് നമ്മൾ സാധാരണ ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയാറുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുടി നിർത്താൻ കഴിയും. പക്ഷെ സ്വന്തമായി കുടി നിർത്തിയപ്പോ ഇന്നലെ എന്നെ ഒരാള് വിളിച്ചു. അയാള് കുടി നിർത്തണം ആഗ്രഹമുണ്ട്, അയാള് ഒന്ന് കുടിക്കാലെന്നൊക്കെ പറഞ്ഞു. അയാൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അയാൾ വീണ്ടും വിളിക്കുന്നു, വിറച്ചിട്ട് വയ്യ, ഒരു രക്ഷയില്ല, ഒന്നും കുടിക്കാനും പറ്റില്ല, തിന്നാനും പറ്റുന്നില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാൾ കുറെ ദൂരെയാണ്. അപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ പോകണം, അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റാനുള്ള സംവിധാനം നോക്കണം എന്നൊക്കെ അയാളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ അയാളെ കുടിക്കാതിരിക്കുക. അതുകൊണ്ട് സുദീർഘമായ മദ്യപാനത്തിന്റെ കാലയളവ് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മദ്യപാനം നിർത്താൻ വേണ്ടി വൈദ്യശാസ്ത്ര സഹായമോ ആശുപത്രി സേവനമോ ആവശ്യമായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ ഗുരുതരമായി രോഗബാധിതനാണെങ്കിൽ തീർച്ചയായും അത്തരം വിദഗ്ധ സഹായം ആവശ്യമായി വന്നേക്കാം. അതിനുശേഷം മാത്രമേ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ പുസ്തകം ആദ്യമായി വായിക്കുന്ന ഒരാളാണ് ഈ ഒരു മദ്യാസക്തനെങ്കിൽ അയാൾക്ക് ചിലപ്പോ ഈ ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി പോലും ഉണ്ടാവാത്ത ഒരവസ്ഥയിൽ അയാൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോ ഒരു വൈദ്യസഹായം വാങ്ങിച്ച് ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഒന്ന് മാറി ഒരു സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എത്തുമ്പോഴേ ചിലപ്പോ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ അത്രത്തോളം രോഗബാധിതരല്ലാതിരുന്ന ഞങ്ങളിൽ മിക്കവരും, എന്നാൽ അത്ര എത്തിയിട്ടില്ല എങ്കിൽ രോഗബാധിതരുമാണ്, എന്നാൽ മിക്കവരും മറ്റ് അംഗങ്ങളുടെ സഹായത്താൽ പ്രതീക്ഷയോടെ പ്രവർത്തിച്ച് സ്വഭാവത്തിലെത്തിയവരാണ്. അല്ല അത്രയും അങ്ങനെ ശാരീരികമായ വലിയ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ യിൽ കൂടി പ്രവർത്തിച്ച് സുബോധവാന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്ന് ജനങ്ങളോട് പറയുന്നു. ആ പാതയിലൂടെ കടന്നുപോയ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും ലഘൂകരിക്കാൻ കുറെയെങ്കിലും സഹായിക്കാനാവും. ഞങ്ങളും ആ പാതയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്കും വേണമെങ്കിലും സഹായിക്കാൻ കഴിയും. ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥാനത്ത് ഒരിക്കൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഒരു മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾ ആണ് ഈ പുസ്തകം വായിക്കുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ ചെറുഗ്രന്ഥം കുടിക്കാതിരിക്കുന്നതിനെ പറ്റിയാണ്, എങ്ങനെ കുടിക്കാതിരിക്കാമെന്നുള്ളതാണ്, അല്ലാതെ കുടി നിർത്തുന്നതിനെ പറ്റിയല്ല. കുടി നിർത്താനുള്ളതിനെ കുറിച്ചാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷെ ഈ പുസ്തകം കുടി നിർത്തുന്നതിനെ പറ്റി അല്ല പറയണത്, കുടിക്കാതിരിക്കുന്നതിനെ പറ്റിയാ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? കുടിക്കാതിരിക്കുക, കുടി നിർത്തുക. ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി.
ഇത് സുബോധ ജീവിതത്തെ പറ്റിയാണ് ഈ പുസ്തകം. സുബോധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാര്യത്തെ അതിൻ്റെതായ രീതിയിൽ ശരിയാവണ്ണം കാണാനുള്ള ഒരു മാനസികാവസ്ഥ, യുക്തിപരമായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങളും എടുത്ത് കാര്യകാരണ വിവേചനങ്ങളൊക്കെ നോക്കി ഒരു ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് സുബോധം എന്ന് പറയുന്നത്. അതൊരു പ്രശാന്തമായ ഒരു മനസ്സുമാണ്, ശാന്തതയുള്ള ഒരു മനസ്സുമാണ്. ഓക്കെ. ഞങ്ങളുടെ രോഗശമനം ആരംഭിച്ചത് മദ്യപാനം നിർത്തിയതോടുകൂടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കുടി നിർത്തുകയും അതിനുശേഷം മദ്യം എത്ര ചെറുതായ അളവിലോ ഏത് രൂപത്തിലോ ആയാലും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന മാനസികമായ അവസ്ഥയെ മറികടക്കുന്ന മറ്റു മയക്കുമരുന്നുകളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കണമെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ മനസ്സിലാക്കിയ 3-4 കാര്യങ്ങളാണ്. രോഗശമനം ആരംഭിച്ചത് മദ്യപാനം നിർത്തിയോടുകൂടിയാണ്. ഇപ്പൊ രോഗശമനം, ഈ മദ്യാസക്ത രോഗം ഒഴിവാകുന്നത് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ആ രോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുന്നത്. രോഗശമനം ആരംഭിക്കുക. ഞങ്ങൾ മനസ്സിലാക്കി കുടി നിർത്തുകയും അതിനുശേഷം മദ്യം എത്ര ചെറുതായ അളവിലോ ഏത് രൂപത്തിലോ ഏതെങ്കിലും അതിന്റെ വകഭേദത്തിലോ ആയാലും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മാനസിക അവസ്ഥയെ മാറ്റിമറിക്കുന്ന മറ്റു മയക്കുമരുന്നുകളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കണമെന്നും മനസ്സിലാക്കി പൂർണ്ണതയുള്ളതും സംതൃപ്തവുമായ ഒരു ജീവിതത്തിലേക്കുള്ള നമ്മളുടെ പ്രയാണം സാധ്യമാവുന്നത് സുബോധത്തിൽ ജീവിക്കുമ്പോഴാണ്. സുബോധത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു മനസ്സ്, ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതും ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്ട്രെസ് ഉണ്ടാവുന്നു, ഭയം ഉണ്ടാവുന്നു, നമ്മളുടെ വികാരങ്ങളെല്ലാം ഉണ്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് ആ വികാരങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് ചിലപ്പോൾ നമ്മൾ സുബോധത്തെ അങ്ങ് തകരാറിലാക്കിയാൽ മതി. ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. സുബോധത്തിന് പോകുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ സുബോധത്തിന് പോകുമ്പോഴുന്ന പരിപാടിയാണ് മദ്യപിക്കുക എന്നുള്ള സംഗതി. അപ്പൊ അതുകൊണ്ട് സുബോധത്തിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണതയുള്ളതും സംതൃപ്തവുമായ ഒരു ജീവിതത്തിലേക്കുള്ള നമ്മളുടെ പ്രയാണം സാധ്യമാകുന്നത് സുബോധത്തിൽ ജീവിക്കുമ്പോഴാണ്. സുബോധമാണ് രോഗമോചനത്തിനുള്ള നമ്മളുടെ കുതിപ്പിന്റെ അടിത്തറ. സുബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരർത്ഥത്തിൽ സുബോധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ ചെറിയ പുസ്തകം. മുമ്പ് ഞങ്ങൾക്ക് സുബോധം കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് മദ്യപിച്ചു. ഇപ്പോ മദ്യപിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സുബോധമാണ്. ഈ സുബോധമാണ് നമ്മളെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് സിഗ്നൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുബോധം തകരാറിലാക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിനെല്ലാം അങ്ങോട്ട് നീക്കി വെക്കാൻ കഴിഞ്ഞാൽ സുബോധത്തിന് നമ്മൾ അതിന്റെ ഒരു സേഫ്റ്റി കൊടുക്കണ്ടേ, സുബോധത്തിന്റെ സുരക്ഷിതത്വം നമ്മൾ കൊടുക്കണ്ടേ. ഒരുപാട് വൈറസുകൾ ഈ സുബോധത്തെ ആക്രമിക്കാൻ വേണ്ടി ചുറ്റുമൊന്നും വരും. അപ്പൊ ആ വൈറസുകളൊക്കെ അകറ്റി നിർത്തി ഈ സുബോധത്തോടു കൂടി നിലനിർത്താനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ഈ സുബോധത്തിൽ വൈറസ് കയറ്റാമെന്നുള്ളതിനെ കുറിച്ച് കയറുമെന്നുള്ളതിനെ കുറിച്ചും അതിനെ എങ്ങനെ അകറ്റി നിർത്താമെന്നുള്ളതിനെ കുറിച്ചും വരുന്ന പോയിന്റുകൾ കൂടിയൊക്കെ പഠിക്കാം. ഞാൻ സമയം എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. ഏതായാലും 12:26 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ പോയിന്റ് പറയുന്നത് ഇത്രയാണുള്ളത്. നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഫ്രീ മൈൻഡായിട്ട് ഇപ്പോ ചിലപ്പോഴൊക്കെ ഞാൻ പറയാം, ഏതെങ്കിലും ഒരാളെ ഷെയർ ചെയ്യാൻ നേരത്ത് ഇപ്പൊ അലൻ ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ബേസിൽ ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മൾ അല്ലെങ്കിൽ വിജയമാഷ് ഷെയർ ചെയ്യാൻ തുടങ്ങുകയാണ്, വിജയമാഷ് പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. നമ്മൾ അതിനെ അങ്ങോട്ട് മനസ്സിന്റെ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടാണ് പിന്നെ അയാൾ ഷെയറിങ് കേൾക്കുന്നെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. ഏത് കാര്യം ആരെങ്കിലും ഷെയർ ചെയ്യാൻ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ അടുത്തു നിന്നും ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കിട്ടാനുണ്ടാവും എന്ന ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്ന ഒരു മനസ്സാ ശരിക്കും പറഞ്ഞാൽ തുറന്ന മനസ്സെന്ന് പറയുന്നത്. ഇപ്പൊ തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക. അയാളും എയിലാണുള്ളത്, അയാളും എയിൽ വന്നിട്ട് കുറെ കാര്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന ഒരു ചെറിയ കാര്യത്തിന് ചിലപ്പോൾ കാര്യം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ
ഈ പറയുന്ന പോയിന്റുകളെല്ലാം അതിന്റെ അറ്റം വരെ അല്ല ചെയ്യുക. അതിനെ കുറച്ച് കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും എപ്പോ എത്ര അളവിൽ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുബോധത്തോടുകൂടി നിലനിൽക്കാൻ കഴിയുമെന്നാണ് ഈ പോയിന്റ് പറയുന്നത്. കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി പറയുകയുണ്ട്. എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ചർച്ച